ഹായ്, കുറേ നാൾക്ക് ശേഷമുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഈ ടൈപ്പ് മീൻ കറി നമ്മൾ മിക്കപ്പോഴും കഴിച്ചിട്ടുണ്ടാവുക കല്യാണ വീടുകളിൽ നമുക്ക് സദ്യയിൽ കിട്ടുന്ന കറികളാണ്. അപ്പോൾ കല്യാണം മീൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ടൈപ്പ് ടേസ്റ്റ് നമുക്ക് വീട്ടിൽ വെച്ചാലും സാധാരണ കിട്ടാറുണ്ട്. പക്ഷേ അത് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴാണ് സാധാരണ ആ മീനിൻ്റെ ഉള്ളിൽ എരിവും പുളിയൊക്കെ പിടിക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് വെച്ച ഉടനെ തന്നെ ആ വെക്കുന്ന കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സ്പെഷ്യൽ രീതിക്കാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. എനിക്ക് ഡൗട്ടിൻ്റെ പുറത്താണ് കുക്ക് ചെയ്ത് നോക്കി കഴിച്ചത്. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. നല്ല വെച്ച അപ്പോൾ തന്നെ, അതായത് കറി വെച്ച് അടുപ്പത്ത് നിന്ന് ഇറക്കിയപ്പോൾ തന്നെ നല്ല രീതിക്ക് പുളിയും എരിവും എല്ലാം നല്ലപോലെ മീനിൻ്റെ ഉള്ളിൽ പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ ഞാനത് തീർത്തിരുന്നു. ഞാൻ ആദ്യം ഈ മീൻ കറി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പമായിട്ടാണ്. അപ്പമായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ അതിലൊരു തല കിട്ടിയായിരുന്നു. തല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തലക്കറി എന്ന് പറയുമ്പോൾ തലയുടെ പോർഷനും അതും ചോറും കൂടി ഇട്ട് ആ ചട്ടിയിൽ തന്നെ ഇട്ട് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതും ട്രൈ ചെയ്തിരുന്നു. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ചാറിലോട്ട് ഈ കുത്തരി ചോറൊക്കെ ഇട്ടിട്ട് അത് ഇങ്ങനെ കുഴച്ച് എൻ്റെ പൊന്നു ആ തലേയിൽ നിന്നൊക്കെ പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴല്ലോ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ നോർമൽ മുളകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അടുത്ത് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അത് കളറിനാണ്. അപ്പോൾ എരിവ് വേണ്ടവർ അത് മാറ്റിയെടുക്കുക. പിന്നെ 1 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ വേണം പുളിവെള്ളം ഉണ്ടാക്കിയെടുക്കാൻ. പുളിവെള്ളം ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് നല്ലപോലെ കുതിർത്ത് വെച്ചിട്ടിരിക്കുന്ന ആ പുളിവെള്ളം കൂടി ഒഴിച്ച് ആ ഒരു പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഈ കാണുന്നൊരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. അങ്ങനെ പേസ്റ്റാക്കി എടുത്ത് റെഡിയാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ആ പേസ്റ്റ് ഉണ്ടാക്കിയത് മാറ്റി വെച്ചിട്ട് നേരെ ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ കടുകും അതുപോലെ തന്നെ വളരെ ഒരു ചെറിയൊരു നുള്ള് ഉലുവയും കൂടി ഇട്ടിട്ട് അതിൽ ഫ്രൈ ചെയ്യണം. ജസ്റ്റ് കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ എടുക്കുക. കടുകും ഉലുവയും അതിലിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, അതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 1-1.5 ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. അത് സ്ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 1-2 മിനിറ്റോളം ചെറിയ ഒരു ഗോൾഡൻ കളറിലോട്ട് അത് മാറുന്നതുവരെ ഇട്ട് വഴറ്റിയെടുക്കുക. ആ ലോ ഫ്ലെയിമിൽ വഴറ്റി വരുന്നതിലോട്ട് ഒരു 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്ത് പിന്നീടും കുറച്ച് നേരം ഒരു 2-3 സെക്കൻഡ് കൂടി 1 മിനിറ്റ് കൂടി അതും ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു മിക്സറിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഒരു പേസ്റ്റ്, ആ പേസ്റ്റ് ഇട്ട് നല്ല രീതിക്ക് അതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ആ ഒരു പച്ച ചൊവയൊക്കെ പോകാൻ വേണ്ടിയാണ്. അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂപ്പിച്ച് എടുത്തൊന്ന് ഡ്രൈ ആയി ഒരു പേസ്റ്റ് ഏകദേശം ഒരു 2 മിനിറ്റോളം ടൈമിൽ അത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അത് റെഡിയാക്കി എടുക്കുക. നേരത്തെ ചെയ്ത പേസ്റ്റ് ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യണം. ബെറ്റർ എപ്പോഴും ഒരു ചൂടുവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നേരെ ചൂടുവെള്ളം കൊണ്ട് അത് കഴുകി എടുത്തിട്ട് ആ പേസ്റ്റ് നല്ലപോലെ ആ ഒരു കാണുന്ന കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. നമുക്ക് വെക്കേണ്ട മെയിൻ ചട്ടി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കറിവേപ്പിലകൾ ഇങ്ങനെ താഴ്ത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന മീൻ, ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ചൂര മീനാണ്. അത് വൈറ്റ് ചൂരയാണ്. അതെടുത്ത് നേരെ ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ പതുക്കെ ആ ചട്ടിയുടെ മുകളിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് നേരത്തെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് പതുക്കെ ഇട്ട് അതിൻ്റെ ഒരു ലെയർ സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ പിന്നീടും നമ്മൾ ഇതേപോലെ തന്നെ മീനുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പെറുക്കി വെച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന
പേസ്റ്റിൻ്റെ വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ നേരെ ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിനുള്ള കുടംപുളിയും കൂടി നമുക്ക് അതിലിട്ട് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് കയ്യിലുകൊണ്ട് ഇളക്കാൻ പാടില്ല. അപ്പോൾ മൊത്തത്തിൽ ചട്ടി എടുത്ത് മൊത്തത്തിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതെല്ലാം കൂടി മിക്സ് ആവുന്ന രീതിക്ക് ആക്കുക. എന്നിട്ട് നേരെ ഒരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പതുക്കെ കുക്ക് ചെയ്തെടുക്കുക. ഒരു കുറച്ച് നേരം വെച്ച് കുക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നമുക്ക് ആവശ്യത്തിനാണോ എന്ന് നോക്കിയിട്ട് 2-3 മിനിറ്റ് ഓളം കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ സെർവ് ചെയ്യാൻ പാകത്തിന് കറി റെഡിയാണ്.